പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അനന്തപുരിയിൽ നിന്നും നാഗേന്ദ്രനെ അടിച്ചിറക്കിയതാണെന്നും ആ വലിയൊരു സംഭവം, ആ വലിയൊരു ക്രൂരത നമ്മുടെ നാഗേന്ദ്രൻ ചെയ്തത് കൊണ്ടാണ് മുത്തശ്ശൻ അവിടെ നിന്നും പുറത്താക്കിയത്. അങ്ങനെ ആ ഒരു ചെയ്ത ക്രൂരത എന്താണ് എന്നുള്ളത് മുത്തശ്ശൻ ആദർശനോടും നയനയോടുമായിട്ട് തുറന്നു പറയുന്ന ഒരു അടിപൊളി സ്റ്റോറി തന്നെയാണ് ഇന്നത്തേത്. അപ്പോൾ അതിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ആദർശം നയനയും നാഗേന്ദ്രനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയൊരു ചതിയിൽ നിന്നും നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ലായിരുന്നു ആദർശേട്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ട, എല്ലാ നാഗേന്ദ്രന് ഇത്രയ്ക്കും ദേഷ്യം ഉണ്ടാവാൻ കാരണം എന്താ? ഇവിടുന്ന് പുറത്താക്കി അടിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞത് കേട്ടു, പക്ഷേ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേപ്പറ്റി മുത്തശ്ശനോട് വിശദമായിട്ടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം നാഗേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ മുത്തശ്ശന് വളരെയധികം ദേഷ്യം വരികയാണ് ചെയ്യുക. ആ മുഖത്ത് വെറുപ്പിൻ്റെ ആ ഒരു നാഗേന്ദ്രനോടുള്ള വെറുപ്പ് എന്താണെന്നുള്ള മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ അതേപ്പറ്റിയൊന്നും കൂടുതൽ ചോദിച്ചിട്ടില്ല നയന എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നത്? ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശൻ അറിയാൻ പാടില്ലാത്ത എന്ത് ഞങ്ങൾക്ക് ഉണ്ടാവാനാ? എല്ലാം ഞങ്ങൾ മുത്തശ്ശനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്, അതാണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശൻ, ഞങ്ങൾ ആ നാഗേന്ദ്രനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അയാൾ കാരണമാണല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തായിരുന്നത്. ഞങ്ങളുടെ മേലെ ഏറ്റവും വലിയ ആ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഒക്കെ കാരണം അയാളല്ലേ. അയാൾക്ക് ഇത്രയും വലിയ ദേഷ്യം എന്താണ് എന്നുള്ളത് ഞാൻ ചോദിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന നയന. അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പിന്നെ മോളെ ഞാൻ വ്യക്തമായിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, കാരണം അതേക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിനെക്കൊണ്ടായിരുന്നു പറയാതിരുന്നത്. പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ സത്യം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയ കാലത്തെക്കുറിച്ച് മുത്തശ്ശൻ ആലോചിക്കുകയാണ്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിൽ നമ്മുടെ നാഗേന്ദ്രൻ ജോലി ചെയ്യുകയായിരുന്നു. നമ്മുടെ മുത്തശ്ശന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു നാഗേന്ദ്രൻ. അങ്ങനെ നാഗേന്ദ്രൻ പക്ഷേ നമ്മുടെ അഭിയുടെ ആ ഒരു സ്വഭാവമാണ് അഭിക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു നമ്മുടെ നാഗേന്ദ്രനും ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും കൂടുതൽ പൈസ ഉണ്ടാക്കുക, മൂർത്തീസ് ജ്വല്ലറിനേക്കാളും വലിയ ഒരു സ്ഥാപനം തുടങ്ങുക, അങ്ങനെയുള്ള ഓരോ സ്വപ്നങ്ങളായിരുന്നു നാഗേന്ദ്രൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു സ്വർണമൊക്കെ എടുത്തു മാറ്റിയിട്ട് അതിന് പകരം കള്ള സ്വർണം, അതേപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം കൊണ്ടുവയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു നാഗേന്ദ്രൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മൂർത്തിയോട് തന്നെ വളരെ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ച് നിന്നിട്ട് വിശ്വാസമൊക്കെ പിടിച്ച് പറ്റിയിട്ട് അവിടെ ജ്വല്ലറിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മേന്മയുള്ള തിളക്കമാർന്ന സ്വർണം എടുത്തിട്ട് അതിനു പകരം അതേ രീതിയിലുള്ള സ്വർണം തന്നെ കൊണ്ടുവച്ചിട്ട് ആ ഒരു സ്വർണം കള്ളസ്വർണം കൊണ്ടുവച്ചിട്ട് നല്ല സ്വർണം കോടികളുടെ ആ ഒരു പൈസയ്ക്ക് വിറ്റിട്ട് അത് നാഗേന്ദ്രൻ അടിച്ചു മാറ്റുകയാണ്. ആദ്യം ഇതിൽ ജലജയും കൂട്ടു നിന്നിരുന്നു. ഇതിനു മുമ്പ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജലജയോട് നാഗേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറച്ച് പണക്കാരനാവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നീയും അതിനും കൂട്ടു നിന്നാലേ അതിന് സാധിക്കുകയുള്ളൂ, നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട് നാഗേന്ദ്രേട്ട, ഞാൻ അതിന് കൂടെ നിൽക്കും, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്, ഞാൻ എപ്പോഴും കൂടെ തന്നെയാണല്ലോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാഗേന്ദ്രൻ ജലജയുടെ വാക്ക് വിശ്വസിച്ചിട്ട് ആ കാര്യം ചെയ്യുകയായിരുന്നു. പക്ഷേ പിന്നീട് ആ കാര്യം മുത്തശ്ശൻ പിടിക്കപ്പെടുകയും നാഗേന്ദ്രനെ അടിച്ച് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ജലജയുടെ ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശൻ ചോദിച്ച സമയത്ത് നാഗേന്ദ്രൻ്റെ മുമ്പിൽ നിന്ന് തന്നെ, എനിക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊക്കെ അന്യർ പോലും ചെയ്യില്ല എന്നൊക്കെയായിരുന്നു ജലജ മുത്തശ്ശനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ പിന്നീട് നാഗേന്ദ്രൻ ഇതിൻ്റെ ആ ഒരു നിന്നൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം ജലജയെ കാണാൻ വന്നപ്പോൾ ജലജ നാഗേന്ദ്രനോട് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയും, ഇനി നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, കാരണം നിങ്ങൾക്കിപ്പോൾ ഒന്നും ഇല്ലാതായിരിക്കുകയാണ്, എല്ലാം നശിപ്പിച്ച് വെച്ചില്ലേ, അതിനൊക്കെ കാരണം നിങ്ങളല്ലേ, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാനൊന്നും പോകുന്നില്ല, എനിക്ക് ഇവിടെ ജീവിക്കണം, എൻ്റെ മക്കൾ വലുതാവുമ്പം അവർക്ക് നല്ലൊരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല, പിന്നെ നിങ്ങളുടെ ദരിദ്രവാസിയായിട്ടുള്ള നിങ്ങളെ കൂടെ വന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെ തള്ളിപ്പറയുകയാണ്.